അപ്പോൾ ഇന്നലെ നമ്മളെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചില്ലായിരുന്നു. രാവിലെ കാപ്പിക്ക് അപ്പമായിരുന്നേ. അപ്പം വൈകുന്നേരം ഇപ്പോൾ പോപ്പിയൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ വിട്ട് വന്നപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കി കൊടുക്കാം. രാവിലെ അപ്പം കൊടുത്തു, വൈകുന്നേരം കൂടെ അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ലായിരിക്കാം. എന്തായാലും ഉണ്ടാക്കി കൊടുത്തു നോക്കാം. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. പോപ്പി കഴിക്കാൻ വരൂ. അപ്പത്തിന് കറി രാവിലെ അപ്പം മുട്ടക്കറി അല്ലായിരുന്നോ? അപ്പൊ വൈകുന്നേരം ഒരു കാര്യം ചെയ്യാം, അപ്പത്തിന് മീൻകറി തരാം. അച്ഛൻ നല്ല ചൂരമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പൊ ചൂരക്കറിയും അപ്പവും കൂടി കഴിക്കും. പോപ്പി, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അത് തരാം. ഒരു സർപ്രൈസ് ഉണ്ട്. എന്നാന്നറിയോ? കാണിച്ചു തരാവേ. കാണിച്ചു തരാം. സർപ്രൈസ് എന്നാന്നറിയുമോ? സർപ്രൈസ് കണ്ടിട്ടേ കഴിക്കുന്നുള്ളൂ. വാ. അത് പറഞ്ഞത് കൊണ്ടായിരിക്കും. സർപ്രൈസ് കഴിക്കും. സർപ്രൈസ് കണ്ടിട്ട് കഴിക്കും. പോപ്പിയെ എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാണിക്കാവെന്ന് പറയാം. ബക്കറ്റിന്റെ അത് സർപ്രൈസ്. മീനോ? ഇത് മീനാണ്. ഇപ്പൊ കാണിക്കാവേ. എന്താണെന്നറിയോ? സ്വർണ്ണമൊന്നുമല്ലല്ലോ. സ്വർണ്ണമാണെങ്കിൽ ബക്കറ്റ് വെള്ളത്തിൽ കൊണ്ടിടുവോ? ഇത് കണ്ടോടാ, നിന്റെ ചേമ്പ് പറഞ്ഞ ഞങ്ങള് കെട്ടുപറിച്ച്. ഓർമ്മയുണ്ടോ ഈ ചേമ്പ്? നീ അവിടെ കണ്ട കുഴിച്ചു വെച്ച ചേമ്പില്ലേ? നീ പറമ്പിൽ കൊണ്ട് കുഴിച്ചു വെച്ചില്ലായിരുന്നോ? ഏലത്തിന്റെ അവിടെ. അത് ഞങ്ങളൊരെണ്ണം പറിച്ചുണ്ടോ? പക്ഷെ വിളഞ്ഞില്ല. പക്ഷെ ഒട്ടും വിളഞ്ഞില്ല. ഇത് ഇച്ചിരി വിളയുമായിരുന്നെങ്കിൽ ഈ വിത്തൊക്കെ ഉണ്ടല്ലോ 1 കിലോ ആയേനെ. അതെന്റെ കുഴപ്പമില്ല. അത് നിങ്ങൾ വളവിടണമായിരുന്നു. വളവിടുവൊന്നും വേണ്ട. വളവൊക്കെ ഇടേണ്ടത് നട്ടുവെച്ചാ മാത്രം പോരാ. അതിന്റെ ചോട്ടി കാട് പറിക്കണം, കിളയ്ക്കണം, മണ്ണ് കൂട്ടണം. നട്ടുവെച്ചതല്ല, വെപ്പിച്ചതാ. ഇതിന്റെ ഇത് പറിച്ചതിന്റെ തട ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് പോയി നാളെയോ ശനിയാഴ്ച പോയി മുറിച്ചിട്ട് ഒരു 5-6 കുഴി നടണം കേട്ടോ. കുറെ കൂടെ പറിക്കാനുണ്ട്. ഒരു 3-4 മൂടും കൂടെ പറിക്കാനുണ്ട്. അതിപ്പോ പറിക്കണ്ട, തണ്ട് വീണ്ടും പറിക്കാം. പന്നി വെച്ചേക്കോന്ന് അറിയത്തില്ല. ചേമ്പ് മൂത്തില്ലല്ലേ? ഒട്ടും മൂത്തില്ല. ഇത് കണ്ടില്ലേ? അതെ, 1 മാസം കൂടെ നിന്നേനായിരുന്നു തോന്നുന്നു. ഇത് അവിടെ നിന്നായിരുന്നെങ്കിൽ ഇത്രയും ചേമ്പെല്ലാം കൂടെ ഉണ്ടല്ലോ, ഒരു 5 കിലോ ആയേനെ. അത് നിറച്ച് എല്ലാത്തിലും, എല്ലാ വിത്തേലും വിത്തുണ്ടാക്കാനായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്നാ ആയെന്നറിയാൻ പറിച്ചു നോക്കിയത്. പക്ഷെ നിർത്തിയിട്ട് പോരാൻ എനിക്ക് പേടിയായിരുന്നു. ബാക്കി പറമ്പ് മുഴുവൻ തെളിച്ചത് കൊണ്ടേ ചിലപ്പം പന്നി വന്നെങ്കിൽ ഇത് ചൂടോടെ കൊണ്ടുപോകും. പന്നി കൊണ്ടുപോയെങ്കിലും ഒന്ന് പേടിച്ച് പറിച്ചതാ. പിന്നെ ഇതിന് ചോട്ടി വല്ലതും ഉണ്ടോന്ന് അറിയണ്ടേ? അറിയത്തില്ലല്ലോ ഉണ്ടോന്ന്. പറമ്പ് മൊത്തം തെളിച്ചില്ലേ നമ്മള്. ഇത് നല്ലതാ. മുക്കത്തുണ്ടായി ഇച്ചിരി പിന്നെ കപ്പ വലിച്ചിരി പൊടി കുറയുന്നേ ഉള്ളൂ. തിന്നാൻ നല്ലതാ, വേഗം ചെയ്യും. വേറെ നമ്മൾ വളമൊന്നും ഇടാതെ നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയതല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇനി നിപ്പുണ്ട്, അത് നമുക്ക് മൂത്തിട്ട് പറിക്കാം. പന്നി തരുവോ? പന്നി ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാണ്ടി അവിടെ നിറച്ച് ചേമ്പ് നടന്നു. പോപ്പിയെ കൊണ്ട് നടിയിച്ചാൽ മതി. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പന്നി കുത്തി വെച്ച ആ ചേമ്പിന്റെ തടയുണ്ടല്ലോ, അതെല്ലാം കൂടെ കൊണ്ട് മുറിച്ച് നടാം. ഇത് പറിച്ചതിന്റെ നട മുറിക്കാതെയാ നട്ടു വെച്ചേക്കുന്നേ. അതങ്ങ് മുറിക്കാൻ മേലായിരുന്നു. മുറിച്ച് 2-3 അന്നേരം സമയമില്ലായിരുന്നല്ലോ. നാളെ എങ്ങാനും പോയിട്ട് എടുത്ത് മുറിച്ച് അവിടെ മൊത്തം അങ്ങ് നട്ടു വെക്കാം. ഇതെന്നാത്തിനാ അമ്മേ ചേമ്പൊക്കെ ഉള്ളപ്പോ ചപ്പാത്തി ഉണ്ടാക്കുന്നേ? ചപ്പാത്തി രാവിലത്തേനാണോ? ബോളാക്കി വെക്കുവാണെങ്കിലേ രാവിലെ എളുപ്പമുണ്ടല്ലോ. അതിനാണോ? അതുകൊണ്ട് ബോളാക്കി വെക്കുവോ വൈകുന്നേരം. അല്ലെ പിന്നെ രാവിലെ കിടന്നോണ്ടേ ഉണ്ടാക്കണല്ലേ, ധൃതി എടുക്കാം. ചേട്ടാസൻ 8 മണിയാകുമ്പോ ബസ് വരുമല്ലേ. ഇതിന് മുമ്പേ ചോറും കാപ്പി എല്ലാം ആവണ്ടേ. നമ്മൾ മീൻ വാങ്ങിച്ചപ്പോഴേ ചൂരയും നത്തോലിയായിരുന്നു വാങ്ങിച്ചതേ. അപ്പം നമുക്ക് വൈകുന്നേരം ചേമ്പ് പുഴുങ്ങിയതും ചൂര വറുത്തതും കാന്താരിയും കൂടെ ആകാം. നത്തോലി നാളെ വറക്കാം, പുരട്ടി വെച്ചതല്ലേ. അപ്പം നമ്മുടെ ചൂര അവിടെ കിടന്ന്, എനിക്ക് ചൂരമീനുണ്ടല്ലോ റൗണ്ടിൽ കണ്ടിരിക്കുന്ന ഇഷ്ടം. റൗണ്ടിൽ കണ്ടിച്ചിട്ട് വറക്കുന്നതും കറി വെക്കുന്നതും റൗണ്ടിൽ കണ്ടിരിക്കുന്ന ഇഷ്ടം. എന്നാ ഇനി ബിരിയാണി കുക്കർ തുറക്കുന്ന പോലെ തുറന്നു നോക്കുന്നേ. നമ്മുടെ ചേമ്പല്ലേ ഇത്? ചേമ്പ് വെന്തിട്ടുണ്ട്. ചേമ്പ് നല്ല ചൂട് ചേമ്പ്. സൂപ്പർ കാന്താരി.
ആ കാന്താരി പിന്നെ ദേ നമ്മുടെ കേര ചൂര. ആ ചൂര രണ്ടും ഒന്ന് തന്നെ ചേട്ടനും അനിയനും വന്ന് അല്ല ഒരേ ഇതുപോലെ തന്നെ അല്ലേ കഴിച്ചേക്കാം. അതെ കഴിച്ചേക്കാം. പന്നിക്കും പന്നിയിലേക്കും ഒന്നും കൊടുക്കാതെ കിട്ടിയ ചേമ്പ് ആര് നട്ടതാന്നറിയുവോ? ഇത് പോപ്പി നട്ട ചേമ്പ. അതിനാ പോപ്പിയുടെ ഷേപ്പ് ഉണ്ടോ? പറിച്ചത് ഞാനിവിടെ കൂടിയില്ല പറിച്ച എനിക്കറിയത്തില്ല. ഓഹോ അതെ അതെ. എന്നാണ് നല്ല അടിപൊളി ചേമ്പ കേട്ടോ. കറക്റ്റ് ആയിരുന്നല്ലേ? ഇച്ചിരൂടെ വിളയാനുണ്ട്. അതല്ലേ? അങ്ങനില്ല, പന്നിയെ കൊണ്ടുപോകുന്ന പേടിച്ച് പറിച്ചതൊന്നുണ്ട്. ഞാൻ ഇതിന്റെ തൊട്ടടുത്ത ഒരു പന്നി ഒന്ന് കൂട് വെച്ച് കിടക്കുന്നു. പന്നിയുടെ വീട് ഞാൻ കണ്ടു, അതുകൊണ്ടാ ചേമ്പ് പറിച്ചോണ്ട് പോകുന്നേന്ന്. അതിനെ ഒന്നും ഓടിക്കാൻ പറ്റില്ല. പന്നിയെ കണ്ടില്ല, ഞാൻ കിടക്കുന്ന സ്ഥലം മാത്രമേ കണ്ടുള്ളൂ. ഇങ്ങനെ നല്ല തെളിഞ്ഞ എന്നാ ഇത് മൂത്ത് വരാനായിട്ട് നോക്കിയിരുന്നു തോന്നുന്നു മിക്കവാറും. എങ്ങനെ കുഞ്ഞി കൊള്ളാം. അടിപൊളി. പിന്നെ നട്ടു വെച്ചോണ്ട് കൊടുക്കണ്ട കേട്ടോ, നീ കഴിക്കണ്ട. ആണോ? മീൻ കൊടുക്കണ്ട കേട്ടോ. ആണോ? പോപ്പി കഴിഞ്ഞ ദിവസം ഇവിടെ ഈ നെറ്റത്തിന്റെ സൈഡിലെ ചോളം നട്ടു വെച്ചായിരുന്നു. അതുകൊണ്ടായിരുന്നു ചോളം. അതിന്റെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് കുറേ കൂടെ നടാം, പറമ്പിൽ കൊണ്ട് നടാം. ഇനി പോപ്പിക്ക് ഒരു 10 സെന്റ് സ്ഥലം കൊടുക്കുക, ചേമ്പും ചോളവും ഒക്കെ നടാൻ. അതാ പറഞ്ഞേ, നമുക്ക് ഇച്ചിരി കാച്ചിനോട് നട്ടുവെക്കാൻ 2-3 ചൂട് അവിടെ ആ മരത്തിന്റെ ഏതെങ്കിലും പ്ലാവിന്റെ ചൂട്ടിലിട്ടാൽ മതി. ശരിയാ. സൈഡിൽ കൂടെ നിൽക്കുന്നു, എൻ്റെ അതേ കയറ്റി വിടാം. കാച്ചിലും ആവും അല്ലേ? ചേനയും മേടിച്ചു. എന്നാണ് നല്ല അടിപൊളി മുളക് കേട്ടോ, സൂപ്പർ മുളക്. അത് ഞാൻ പൊട്ടിച്ചോണ്ടാ. കാന്താരി. അയ്യോ, നമ്മളിന്ന് കാന്താരി പറിച്ചില്ലല്ലേ? കാന്താരി പറിക്കാം. നമ്മുടെ ഉണ്ടായിരുന്നു കുറച്ച് കാണും കഴിക്കും. കാന്താരിയാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. കഴിക്കേ എന്നാ കൊള്ളാം കൊള്ളാം. കൈ പിടിച്ചോണ്ട് ഇരിക്കോ കൊള്ളാൻ കൊള്ളാന്ന് പറഞ്ഞേ. എന്നാന്നറിയോ, നമ്മൾ മുട്ടയൊക്കെ പൊഴിക്കുന്നില്ലേ, അതുകൊണ്ടാ. അപ്പം മീൻകറി ഉണ്ടായിരുന്നോണ്ട് 2 പ്രാവശ്യം അപ്പം ചുട്ടു 4 മണിക്കൊന്നും. അതല്ലേ? അപ്പം എന്നാണ് അടിപൊളി സൂപ്പർ ചേമ്പും കാന്താരി മീനും ആട്ടോ. എനിക്ക് പക്ഷേ ചേമ്പ് ഈ മൂത്ത് പോകുന്നതിന് ഇഷ്ടം, മൂപ്പ് പറഞ്ഞതാ. ഇത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്കിത് രാവിലെ പുഴുങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല കല്ല് പോലെയാകും. അന്നേരം ചുമ്മാ കഴിച്ചു തന്നെ ഇഷ്ടം. എനിക്ക് ചേമ്പും കാച്ചിലും ചേനയൊക്കെ പുഴുങ്ങി ചൂടോടെ. എല്ലാവർക്കും ചൂടോടെ ഇഷ്ടം. അപ്പോൾ അതെല്ലാവരും കണ്ട് ചേമ്പും കാച്ചിലും ഒക്കെ ഉണ്ടാക്കി കഴിച്ചോണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.